2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളക്കരയൊട്ടാകെ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ കടപുഴകിയ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാസർഗോഡ്. സംസ്ഥാനത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ല മുഴുവനായും പടർന്നു കിടക്കുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇടതിന് പലപ്പോഴും ആധിപത്യമുള്ള ഒരു മണ്ഡലമായിരുന്നു. 3 പതിറ്റാണ്ടോളം ഇടത് കോട്ടയായിരുന്നു ഈ മണ്ഡലം. അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം പിടിച്ചെടുക്കും വരെ 89 മുതൽ 2019 വരെ ചെങ്കൊടി പാറിക്കളിച്ച കാസർഗോഡൻ മണ്ണിൽ രാഹുൽ പ്രഭാവം അലയടിച്ചപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ തീരുമാനം നാശം വിതച്ചപ്പോൾ കടപുഴകിയത് AKG ഉൾപ്പെടെയുള്ള പല പ്രമുഖരുടെയും തട്ടകം കൂടിയായിരുന്നു. ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. CPMന്റെ ശ്രീ MV ബാലകൃഷ്ണൻ എതിരാളിയായും BJPക്ക് വേണ്ടി യുവരക്തം ML അശ്വിനിയും മത്സരിച്ചു. വലിയ പ്രതീക്ഷയോടെ 3 മുന്നണികളും പരസ്പരം വോട്ടുപിടിക്കുന്നു. BJP പരമാവധി വോട്ട് പിടിക്കാൻ ലക്ഷ്യം വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നമുക്ക് ശ്രീ രവീന്ദ്രൻ രാവണേശ്വരമുണ്ട്. അദ്ദേഹം മാധ്യമത്തിൻ്റെ ലേഖകനാണ്. ഈ മണ്ഡലത്തിൻ്റെ സ്പന്ദനം വളരെ കൃത്യമായി തന്നെ വിശകലനം ചെയ്യുന്ന ആളാണ്. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു കൂടി ചേരുന്നു. ബൈജു, ഇത് ഇപ്പോൾ കാസർഗോഡ് എന്നത് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ബൈജു സഞ്ചരിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖരെയും കണ്ട് റിപ്പോർട്ടുകൾ എടുത്ത ഒരു മണ്ഡലമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന 5 വർഷവും അവിടെ നിറഞ്ഞു നിന്ന ഒരു MPയുടെ സാന്നിധ്യമാണ് UDFന്റെ കരുത്ത്. മറുവശത്ത് LDF സ്ഥാനാർത്ഥിയുടെയും കരുത്ത് നമുക്കൊട്ടും കുറയ്ക്കാൻ സാധിക്കില്ല. ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹവും അവിടെ ചിരപരിചിതനാണ്. ഈ ഇടത് കോട്ട ഇത്തവണ ഉണ്ണിത്താനൊപ്പം നിൽക്കുമോ? രജിത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതിന്റെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. നമുക്കറിയാം 7 മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം. അതിൽ 4 ഇത്തരത്തിൽ ഇടതു മുന്നണിക്ക് കൃത്യമായ ആധിപത്യമുണ്ട്. 2 UDFനാണ്. ഉദുമ മാറിയും മറിഞ്ഞും വരുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇത്തവണ ഇപ്പോൾ ഈ വോട്ടിംഗ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ആർക്കൊപ്പം ഈ മണ്ഡലം മനസ്സ് വെക്കുന്നു എന്ന കാര്യത്തിൽ ഒരു പ്രവചനാതീതം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. എന്തായാലും ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ വലിയ സ്വീകാര്യത നേടിയിരിക്കുന്നു. മണ്ഡലം നിലനിർത്തുക എന്നത് ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം അത്രയും അഭിമാനം പോരാട്ടം തന്നെയാണ്. എന്തായാലും 1 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഉണ്ണിത്താൻ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്. അതേസമയം LDF ആകട്ടെ 50,000-നും 70,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷയും പങ്കുവച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഇടത് കോട്ടകളായ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ ഈ 3 മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് തന്നെയാണ്. പയ്യന്നൂരാണ് ഏറ്റവും വലിയ പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. 80% മുകളിലെത്തിയിരിക്കുന്നു പയ്യന്നൂരിലെ പോളിംഗ്. അത് തന്നെയാണ് ഇടത് മുന്നണിയുടെ ആത്മവിശ്വാസം. പക്ഷേ UDF കേന്ദ്രങ്ങൾ പറയുന്നത് ഈ ഇടത് കോട്ടയിലെ വോട്ടുകളും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും കാസർഗോഡ്. ഒപ്പം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തി കേന്ദ്രങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും. ഇവിടെ BJPക്ക് വോട്ട് ഉയർത്താനാവുമോ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. 2ാം സ്ഥാനത്താണ് BJP 2 മണ്ഡലങ്ങളിലും. കഴിഞ്ഞ തവണത്തേക്കാൾ 2% അധികം വോട്ട് മഞ്ചേശ്വരത്ത് നമുക്ക് പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ കാണാം. ആ വോട്ട് ആർക്ക് പോയി എന്നത് വളരെ നിർണായകമാണ്. ഒപ്പം യുവ വോട്ടർമാർ 37,000-ഓളം യുവ വോട്ടർമാരുണ്ട്. അതും വളരെ നിർണായകമാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അത് ഏത് മുന്നണിക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നതും വലിയ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ മാറ്റുന്ന സാഹചര്യം വരും. എന്തായാലും വളരെ വാശിയേറിയ പോരാട്ടമായിരുന്നു കാസർഗോഡ് ഉണ്ടായത്. സംസ്ഥാന നേതാക്കൾക്ക് പുറമെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണത്തിലെത്തുന്നു. മുഖ്യമന്ത്രി 3 തവണയാണ് കാസർഗോഡ് ജില്ലയിലെത്തിയത്. പ്രധാനമായും അവരുടെ കോട്ട സംരക്ഷിക്കേണ്ടത് LDFന് അഭിമാന പോരാട്ടമാണ്. കോട്ട സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് താനും. ശ്രീ രവീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, കാസർഗോഡ് സാധാരണയായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിശകലന സമയത്ത് അങ്ങനെ UDFന് വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്ന മണ്ഡലമല്ല. നമ്മൾ പറഞ്ഞ പോലെ 3 പതിറ്റാണ്ടായി LDFന്റെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും വിജയിക്കുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ സാഹചര്യങ്ങൾ മാറി പറഞ്ഞു. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരുപക്ഷെ വ്യക്തിപ്രഭാവം, ജനകീയത ഒക്കെ അദ്ദേഹം അവിടെ തെളിയിച്ചു കഴിഞ്ഞ മണ്ഡലമാണ്. അവിടെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് ഇതുമായി പോൾ ചെയ്ത് കഴിഞ്ഞ് പോളിംഗ് ശതമാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ കാസർഗോഡ് കോട്ട ആർക്കൊപ്പം നിൽക്കുമെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? ഈ കാസർഗോഡ് എന്ന് പറയുന്ന മണ്ഡലം രാജ്മോഹൻ ഉണ്ണിത്താന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം മാറി വരുന്നതല്ല, രാഷ്ട്രീയപരമായ ഒരു മാറ്റം കൂടിയാണത്. രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ നല്ല സ്ഥാനാർത്ഥിയാണ്.
അവർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതല്ല, ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹമായാലും LDFന്റെ MP ആയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം ഒരു നല്ല ഒരു MP ആയിരുന്നു. എല്ലാ മേഖലകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായി എല്ലായിടത്തും ഇടപെടുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ രീതിയിൽ MP എന്നുള്ള നിലയിൽ ഒരു ജനങ്ങൾക്ക് എതിരായ ഒരു ആളായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു സ്വന്തമായ ഒരു ഇടം കാസർഗോഡ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഈ രണ്ടാമത്തെ കാര്യം, പിന്നെ LDFന്റെ രാജ്മോഹൻ LDF-ആയിട്ടാണ് ഏറ്റുമുട്ടുന്നത്, UDF LDF-ഉമായിട്ടല്ല. അതായത് രാജ്മോഹൻ എന്നുള്ള ഒരു കുതിരയുടെ പിറകിലാണ് ഈ മുന്നണിയെ കെട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതായത് അങ്ങനെയുള്ളൊരു പോരാട്ടമാണ് LDF-ഉം രാജ്മോഹൻ ഉണ്ണിത്താൻ തമ്മിലുള്ള പോരാട്ടം. ഇപ്പോൾ ഇലക്ഷന് മുമ്പ് ഉണ്ണിത്താൻ ജയിക്കും എന്നുള്ള പൊതുപ്രതീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇലക്ഷന് ശേഷം ഉണ്ണിത്താൻ ജയിക്കില്ല എന്നുള്ളതല്ല, LDF അത്ര മോശമായിരുന്നില്ല എന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ഈ വോട്ടിംഗ് ശതമാനം അത് വർദ്ധിച്ചതാണോ അങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് എത്താൻ കാരണം സർ? അതായത് കാസർഗോഡ്, മഞ്ചേശ്വരം പോലുള്ള UDF ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് വളരെ കുറവാണ്. ആ കുറവായപ്പോ കല്യാശ്ശേരിയിലും അതേപോലെ തന്നെ പയ്യന്നൂരിലും ഈ LDFന്റെ വോട്ട് നന്നായിട്ട് പോൾ ചെയ്താൽ LDF അവരുടെ ഗ്രൗണ്ട് ലെവൽ വർക്ക് കൊണ്ട് പോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കാസർഗോഡ്, മഞ്ചേശ്വരത്തൊക്കെ UDFന്റെയും BJP ശക്തി കുറവാണ്. അതാണ് LDFന് ആത്മവിശ്വാസം പകരുന്നത്. അതുകൊണ്ട് നേരിയ വോട്ടിനെങ്കിലും LDF ജയിക്കുമെന്നുള്ള ഒരു പ്രതീതി ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇനി അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ CAA നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ മേഖലകളിൽ നല്ല പോളിംഗ് UDF UDFന്റെ മുസ്ലിം കേന്ദ്രങ്ങളിൽ പോളിംഗിന് വേണ്ടി അടിത്തറ ഒരുക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ ശക്തമായ പോളിംഗ് ആണ്. CAA-യുമായി ബന്ധപ്പെട്ട പ്രചരണം നമുക്കറിയാം കേരളത്തിലുടനീളം LDF നടത്തിയിരുന്നു. CAA-യുടെ ഇതിനെതിരെ പൊരുതുന്നതിൻ്റെ യഥാർത്ഥ അവകാശികൾ ആര് എന്നത് തെളിയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. പക്ഷേ അതിൽ ഈ മുസ്ലിം വിഭാഗം മുഴുവൻ വീണു പോകണമെന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന പശ്ചാത്തലമുണ്ട്. UDF-ന് അനുകൂലമായും ആ തരത്തിലുള്ള വോട്ടുകൾ പോകാമല്ലോ. അതായത് മുസ്ലിം വോട്ടുകളിൽ എല്ലാം UDF-നല്ല, വളരെ ചെറിയ ശതമാനം മാത്രമേ LDF-ന് പോകുള്ളൂ. വയനാട് ഇഫക്റ്റ് ഇപ്പോൾ ഇല്ല. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നത് ഇവിടെ ചിത്രത്തിലേ ഇല്ല. കാസർഗോഡോ എവിടെയും ഇല്ലാമെന്നാണ്. കാസർഗോഡ് അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്നോ അദ്ദേഹം മത്സരിക്കുമെന്നുള്ള അവസ്ഥ എവിടെയും ഇല്ല. കഴിഞ്ഞ തവണത്തെ 3 ഘടകങ്ങൾ അതായിരുന്നു. ഒന്ന് ശബരിമല, ഒന്ന് കല്യോട്ട് ഇരട്ടപ്പല, ഒന്ന് രാഹുൽ ഗാന്ധി. ഈ 3ഉം ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല. അതുകൊണ്ട് തന്നെ LDF-ന് മറ്റൊന്നും ഇല്ല. ഗ്രൗണ്ട് വർക്കും അവർക്ക് അനുകൂലമാണ്. ഇനി ഏതെങ്കിലും വിധത്തിൽ LDF-നെ തോൽക്കുകയാണെങ്കിൽ LDF-കാർ തന്നെ LDF-നെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. CAA-യും LDF-നകത്തുള്ള വോട്ടുകളും LDF-നെ തോൽപ്പിച്ചു എന്ന് മാത്രമേ പറയാം. അങ്ങനെ വരുന്ന പക്ഷം LDF-ന്റെ കാര്യം ഭാവിയിൽ പോലും കാസർഗോഡ് വളരെ മോശമായിരിക്കും. അതായത് ഈ സ്ഥാനാർത്ഥിയുടെ മികവ്, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടെ മറ്റു പല പേരുകളിലും പരിഗണിച്ചിരുന്നു. അവസാനം ജില്ലാ സെക്രട്ടറിയുടെ പേരിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഒപ്പം LDF-ന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള, ഒരുപക്ഷെ UDF-ന് എത്താൻ പറ്റാത്ത കേന്ദ്രങ്ങളിൽ പോലും LDF-ന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ജനങ്ങളോടുള്ള മികവ് താങ്കൾ പറഞ്ഞു. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിലും ജില്ലാ നേതൃത്വത്തെ അടക്കം ഒപ്പം നിർത്തുന്നതിലും പാർട്ടി പ്രവർത്തകരുടെ നേതാക്കളുടെ വിശ്വാസം ആർജിക്കുന്നതിലുമൊക്കെ ഒരു നല്ല നേതാവായി രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ മാറാൻ കഴിഞ്ഞോ? അവിടെ ഒരു സ്വീകാരനായോ പാർട്ടിക്കാർക്കിടയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ? രാജ്മോഹൻ ഉണ്ണിത്താനേക്കാൾ ഞാൻ ആദ്യം പറഞ്ഞു, രാജ്മോഹൻ ഉണ്ണിത്തേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ ചോദ്യം ചെയ്യാനുള്ള നേതാവും അവിടെ ഇല്ല. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനകത്ത്, പാർട്ടിക്കകത്ത് അപ്രമാദിയായ ഒരു കാൻഡിഡേറ്റ് ആണ്, നേതാവാണ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ ഒരു ശൈലിയുണ്ട് കോൺഗ്രസിനകത്ത്. നിശബ്ദമായ വിരോധം, നിശബ്ദമായ എതിർപ്പ് ഉണ്ണിത്താനെതിരെയുണ്ട്. പക്ഷെ അതൊക്കെ വോട്ടായി LDF-ന് മാർഗമോ എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഉണ്ണിത്താൻ നല്ല സ്ഥാനാർത്ഥിയാണ്, ഉണ്ണിത്താനെതിരെയില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറ വോട്ടുകൾ UDF-ന് പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമാണ്.
പുതിയ തലമുറ വോട്ടുകൾ, പരമ്പരാഗത വോട്ടുകൾ ഉണ്ടാവും. പുതിയ തലമുറ വോട്ടുകൾ, കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും UDF പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സംശയമാണ്. അങ്ങനെയാണ് അവരുടെ കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് എന്ന ഒരു വാദത്തിന് മുൻതൂക്കം ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. ബൈജു, അങ്ങനെ ഈ പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യം ബൈജു പറഞ്ഞു വെക്കുകയായിരുന്നു. അതായത് LDF ശക്തി കേന്ദ്രങ്ങളിൽ കാര്യമായ തോതിൽ പോളിംഗ് നടന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ്. ഒപ്പം UDF അവരുടെ കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ സർക്കാരിനെതിരെയുള്ള വികാരം അലയടിച്ചു എന്നൊരു സൂചനകൾ ഈ UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കാര്യമായി തന്നെ വർക്കൗട്ട് ചെയ്താൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള വോട്ടുകളും UDF ലഭിച്ചേക്കാം. ഒപ്പം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സ്വീകാര്യത, പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാനുള്ള കഴിഞ്ഞ 5 വർഷത്തെ ശ്രമം, അതൊക്കെ ഫലം കണ്ടാൽ മാത്രമേ ഈ വിജയമെന്നുള്ള, രണ്ടാമതും വിജയിക്കുക എന്നുള്ള സ്വപ്നത്തിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ എത്താൻ സാധിക്കൂ, അല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, തുടക്കത്തിൽ രാജ്ഭവൻ ഉണ്ണിത്താനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഇവയൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നത് UDF സംബന്ധിച്ചിടത്തോളം, രാജ്ഭവൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രവീന്ദ്രൻ രാവണേശ്വരം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, യുവ വോട്ടർമാർ, പുതിയ വോട്ടർമാർ 37,000-ഓളം യുവ വോട്ടർമാരുണ്ട്. ഇവരുടെ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. എന്തായാലും കഴിഞ്ഞ തവണ 40,000-ന്റെ ഭൂരിപക്ഷത്തിലാണ് ഉണ്ണിത്താൻ വിജയിച്ചതെന്ന് ഓർക്കണം. ഇത്തവണ ഇടത് ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ UDF സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണം ചെയ്യുന്ന തരത്തിലായിരിക്കില്ല കാര്യങ്ങൾ നീങ്ങുന്നത്. LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണം ചെയ്യും എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഈ കാസർകോട്ടെ ഒരു അന്തിമ ചിത്രം ഏതെങ്കിലും തരത്തിൽ വിശകലനം ചെയ്യാൻ ഒരു സാഹചര്യം ഇപ്പോഴും നിലവില്ല എന്നതാണ് ഏറ്റവും കൗതുകകരം. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആർക്കെങ്കിലും മുൻതൂക്കം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് കാസർകോട്ടെ ഒരു സ്ഥിതി എന്നത് വളരെ കൗതുകമുണർത്തുന്നതാണ്. അത്തരത്തിൽ ഇരു മുന്നണികളും വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ UDF പ്രധാനമായും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വ്യാപകമായ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും ഉണ്ടായെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ കള്ളവോട്ട് നടന്നതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ആ ഉണ്ണിത്താന്റെ ആ വാദഗതിയും കൃത്യമായും ഏത് തരത്തിലാണ് ഉണ്ണിത്താൻ ഇങ്ങനെ പറയാനിടയായ സാഹചര്യവും ശ്രദ്ധേയമാണ്. എന്തായാലും വലിയ വാശിയേറിയ മത്സരം നടന്ന മണ്ഡലത്തിൽ ഏത് മുന്നണിയാണ് ഇത് തുണയ്ക്കുക എന്നത് ഏതെങ്കിലും തരത്തിൽ പ്രവചനാതീതമായി തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്നതാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. രണ്ട് അതിഥികളിലേക്കും മറ്റും നമുക്ക് പ്രധാനമായും അത്തരം ചർച്ചകളിലേക്ക് തന്നെ വരണം. കാസർഗോഡ് മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് ഇടവേളയ്ക്ക് ശേഷം. കാസർഗോഡ് മണ്ഡലത്തിലെ സാധ്യതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ രവീന്ദ്രൻ, ഈ BJP അവതരിപ്പിച്ചത് ഒരു പുതുമുഖമാണ്, യുവ സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം, മഞ്ചേശ്വരം പോലെ BJP സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടിയുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. BJP ഇത്തവണ വോട്ടുകൾ കൂടുതൽ പിടിക്കുമോ? കൂടുതൽ പിടിച്ചാൽ അത് ഏത് LDF നിന്നായിരിക്കുമോ UDF നിന്നായിരിക്കുമോ BJP വോട്ടുകൾ പോവുക? അങ്ങനെ കാര്യമായ ബേസ് വോട്ട് BJPക്കുള്ള ഒരു മണ്ഡലമാണോ കാസർഗോഡ്? കേരളത്തിൽ BJPക്ക് ഏറ്റവും സ്വാധീനമുണ്ടായ മണ്ഡലമാണ് കാസർഗോഡ്. പിന്നീടാണ് തിരുവനന്തപുരം, തൃശ്ശൂരും പാലക്കാടൊക്കെ അത് മാറിയത്. ആദ്യഘട്ടത്തിൽ വളരെ തുച്ഛമായ വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമാണ്. അതെ, തുച്ഛമായ വോട്ട് അത് നിയമസഭയില് 84 വോട്ടിന് പരാജയപ്പെട്ട വിഷയമാണ്. എന്നാലും 1.25 ലക്ഷം വോട്ട് സുരേന്ദ്രൻ ലോക്സഭയിൽ അവിടെ പിടിച്ചിരുന്നു. നല്ല വോട്ടാണ് അത്. ഇത്തവണ അവർ 2 ലക്ഷം വരെ പിടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് അവരുടെ പുതിയ സ്ഥാനാർത്ഥി ഇറങ്ങാനുള്ള സാഹചര്യം ആ BJPക്ക് അകത്തുണ്ടായി കഴിഞ്ഞ വർഷങ്ങളായി തുടർന്നു വരുന്ന ഗ്രൂപ്പ് പോലും തമ്മിൽ തല്ലും ഒക്കെയാണ്. ഇതിപ്പോ കേരളത്തിലെ മറ്റ് BJP സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാസർഗോഡ്. അവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്രമാണ്. അവർ കേരളത്തിലോ കാസർഗോഡോ പ്രവർത്തിക്കുന്നേ ഇല്ല. അവർ കർണാടകത്തിലെ
മഹിളാ മോർച്ചയുടെ ചുമതലക്കാരിയാണ്. മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല സ്ഥാനാർത്ഥിയാണ്, യുവതിയാണ്, എല്ലാം കൊണ്ടും അവരുടെ പ്രൊഫൈൽ നല്ല പ്രൊഫൈലാണ്. തലത്തിൽ അവരുടെ കേരളത്തിൽ മുന്നിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് രംഗത്ത് വരുന്നത് തന്നെ വളരെ ഒരുപാട് BJP നേതൃത്വത്തിന്റെ ഒക്കെ താല്പര്യമില്ലായ്മ പോലെ അത് പ്രകടമായിരുന്നു. അതിൽ പല ജില്ലാ വലിയ നേതാക്കളെയൊക്കെ കണ്ണൂരിലേക്ക് പലയിടത്തും മാറ്റി അവരുടെ കൂടെ വലിയ നേതാക്കളൊന്നും അനുഗമിക്കാനില്ലാതെ പഴയ വിമതന്മാരൊക്കെയാണ് അവരെ അനുഗമിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ചേശ്വരത്ത് അവരുടെ യോഗം തന്നെ അലങ്കോലപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പര്യടനം വേണ്ട എന്ന നിലയിലേക്ക് വരെ എത്തിയിരുന്നു. ഇത്തരം പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ML അശ്വിനി സ്ഥാനാർത്ഥിയായി വരുന്നത്. അത് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല, അടുത്ത തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള റിഹേഴ്സലാണ് അശ്വിനിയുടെ കാസർകോട്ടെ പോരാട്ടം എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പരമാവധി വോട്ട് സമാഹരിക്കുക BJPയുടെ പോലും ലക്ഷ്യമല്ല എന്ന പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ 2 ലക്ഷം വോട്ട് അവർ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, അവരുടെ തന്നെ കേന്ദ്രങ്ങളിൽ നമ്മൾ കാസർഗോഡ്, മഞ്ചേശ്വരം പോലെയുള്ള കേന്ദ്രങ്ങളിൽ തന്നെയാണ് പോളിംഗ് കുറവ്. അത് UDFന്റെ വോട്ടുകൾ മാത്രമല്ല, BJPയുടെ വോട്ട് കൂടി വേണ്ട രീതിയിൽ പോൾ ചെയ്ത് നിസ്സംഗത, മ്ലാനത വളരെ പ്രകടമായിരുന്നു. ഞാൻ ഈ കുറെ ബൂത്തുകളിലൊക്കെ സഞ്ചരിച്ച ആളാണ് ഇലക്ഷൻ ദിവസം. അവിടെ ഒന്നും വളരെയധികം നിശബ്ദമായ ഒരു പോളിംഗ് ആണ്, ഒരു പുള്ളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ആ രീതിയിൽ അവരുടെയും കേന്ദ്രങ്ങളിൽ വോട്ട് ഇവര് പുതിയ വോട്ടർമാരെ ആകർഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എത്ര ആകർഷിച്ചാലും എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ വോട്ട് നിലനിർത്തുകയോ അതിനൊക്കെ കൂടുതൽ സാധ്യതയില്ല, നിലനിർത്തിയേക്കാം. BJP പിടിക്കുന്ന വോട്ടിന് BJPയുടെ വോട്ട് UDFന് പോയിട്ടുണ്ടെങ്കിൽ, ഇവരുടെ വിരോധം അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഒരു രാഷ്ട്രീയ ബോധമുള്ള BJPക്കാർ ചെയ്യില്ല. കാരണം കോൺഗ്രസിനെ അവസാനിപ്പിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. അല്ലാതെ BJP വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരി, ബൈജു, നമുക്ക് ഈ പാർട്ടികളുടെ സ്വാഭാവികമായും ഇടതുപക്ഷ മണ്ഡലമൊക്കെ ആകുമ്പോൾ, ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലം കൂടുതലായി ആകുമ്പോൾ അവർക്കൊരു ബൂത്ത് തലത്തിലുള്ള കണക്കൂട്ടലൊക്കെ ഉണ്ടാകും, കൃത്യമായി തന്നെ അവർ എടുത്തു കാണും. ഒപ്പം കോൺഗ്രസും BJPയും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നിലാണ്. അങ്ങനെ ഒരു കണക്കെടുപ്പ് ഇതിനകം നടത്തി കഴിഞ്ഞോ രാഷ്ട്രീയ പാർട്ടികൾ? അങ്ങനെയെങ്കിൽ അവർ നമ്മളോട് പറയുന്ന ആത്മവിശ്വാസം എന്താണ്? തീർച്ചയായും കണക്കുകൂട്ടൽ പലതും നടന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്വകാര്യമായി ഇവർ സംസാരിക്കുന്നത് വിജയിച്ചാൽ തന്നെ 1-2% ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിക്കുമെന്നാണ് ഇരു മുന്നണികളും പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാന 2 സാധ്യതകളാണുള്ളത്. അതായത് മഞ്ചേശ്വരത്തും കാസർകോട്ടും BJPക്ക് വോട്ട് ഉയർത്താൻ ആയാൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമായിരിക്കും, UDFനെ സംബന്ധിച്ചോളം വലിയ നഷ്ടവുമായിരിക്കും. ഒപ്പം LDF കല്യാശ്ശേരി, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ, കല്യാശ്ശേരി, പയ്യന്നൂർ, ഈ 3 മണ്ഡലങ്ങളിൽ LDFന്റെ വോട്ട് കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ LDF ഒരു സംശയം വേണ്ട, LDF കാസർകോട്ട് LDF ജയിക്കുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. അതേസമയം മഞ്ചേശ്വരത്തും കാസർകോട്ടും BJPക്ക് വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കല്യാശ്ശേരി, പയ്യന്നൂർ പോലുള്ള മേഖലകളിൽ ഇത്തരത്തിൽ UDFന് ഏതെങ്കിലും തരത്തിൽ LDFന്റെ ഇത്തരത്തിൽ വോട്ടുകൾ നേടാനായാൽ ഉറപ്പായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഇനി 5 വർഷം കൂടി കാസർകോട്ടിന്റെ MP ആകാം. എന്തായാലും ഏതെങ്കിലും തരത്തിലൊരു മനസ്സ്, കാസർകോട്ടിന്റെ മനസ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമാണ്. എന്തായാലും ഇവരുടെ ഇരു മുന്നണികളും ഇപ്പോഴും വിജയപ്രതീക്ഷ, അവകാശവാദവുമായി അത്തരത്തിൽ രംഗത്ത് വരുന്നുണ്ടെങ്കിലും 1-2% ഒരു മുൻതൂക്കം മാത്രം ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടലാണ് ഇരു മുന്നണികളും ഉള്ളത്. രഞ്ജിത്ത്. ശരി, ശ്രീ രവീന്ദ്രൻ ആവണേശ്വരൻ, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഒപ്പം ശ്രീ KV ബൈജു, നമുക്ക് ഏതായാലും വിശദമായി തന്നെ 2 മണ്ഡലങ്ങൾ നമ്മൾ സമീപിക്കുകയായിരുന്നു. ബൈജു, ഒരു ചോദ്യം കൂടി, അതായത് ഈ BJPയുടെ വോട്ടിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. രവീന്ദ്രൻ രാമേശ്വരം അത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. BJP വോട്ടുകൾ നമുക്കറിയാം, നമ്മൾ ഈ BJPയുടെ വോട്ടുകൾ എന്ന് പറയുന്നത് ഈ തവണ അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയുടെ മികവ് വലിയ തോതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാനത്തുടനീളം യുവ സ്ഥാനാർത്ഥിയാണ്. അത് അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ BJPയുടെ വോട്ടുകൾ 2 ലക്ഷത്തിലേക്കുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അത് ആ തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു അഭാവം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ബൈജുവിനും അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും അത് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രം BJPയുടെ ഒരു പ്രചരണം ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള ഒരു ഈ വോട്ടെടുപ്പിന് ദിവസമായാലും അത്തരത്തിൽ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം BJP ഓഫീസ് താഴിട്ട് പൂട്ടുന്ന സംഭവങ്ങൾ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അത്തരത്തിൽ വലിയൊരു വിഭാഗം BJPയുമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മംഗൽപാടി പഞ്ചായത്തിൽ യോഗം നടത്താൻ പോലും BJPക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം, വലിയ വിഭാഗം തന്നെ ഈ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാണ്. എന്തായാലും രവീന്ദ്രൻ രാവണേശ്വരം സൂചിപ്പിച്ചതുപോലെ തന്നെ അശ്വിൻയുടെ പ്രധാനമായും മഞ്ചേശ്വരത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു റിഹേഴ്സൽ എന്ന നിലയിലാണ് ഈ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചത്. നേരത്തെ ശ്രീകാന്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ രവീശ് തന്ത്രികുണ്ടാർ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പറഞ്ഞത്. ഈ അശ്വിനി എന്ന ഒരു പേര് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഉയർന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും വളരെ യാദൃശികമായിരുന്നു അശ്വിനി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത്. അശ്വിനി കാസർഗോഡ് വലിയ തോതിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളല്ല. പക്ഷേ ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും അശ്വിനിയുടെ പ്രവർത്തന മേഖലയുണ്ട്. പക്ഷേ കാസർഗോഡ് അത്ര പരിചിതമല്ല. എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പക്ഷേ അത് കാസർഗോഡായാലും മഞ്ചേശ്വരത്തായാലും ഇത്തവണ വോട്ട് കുറയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലായിരുന്നു BJPയുടെ ഉൾപോർ പ്രശ്നങ്ങൾ. വലിയ നേതാക്കളൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നില്ല. അത്തരത്തിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഒന്നോ രണ്ടോ നേതാക്കൾ മാത്രമായിരുന്നു അശ്വിനോടൊപ്പം ഇത്തരത്തിൽ പല സ്ഥലത്തും പ്രചരണത്തിനുണ്ടായിരുന്നത്. എന്തായാലും അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ ബാധിക്കുമെന്നത് വളരെ പ്രധാനമാണ്. ഒപ്പം ഇരു മുന്നണികളുടെയും ജയപരാജയങ്ങൾക്ക് വളരെ നിർണായകമായിരിക്കും BJP പിടിക്കുന്ന വോട്ടുകളും BJPക്ക് നഷ്ടമാകുന്ന വോട്ടുകളും. രഞ്ജിത്ത്. KV ബൈജുവും രവീന്ദ്രൻ രാവണേശ്വരവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ആദ്യം വിലയിരുത്തൽ നടത്തിയത്. ആറ്റിങ്ങലിൽ നെക്ക് ടു നെക്കാണ്, അതായത് മത്സരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലം, അതായത് ത്രികോണ പോരാട്ടം അക്ഷരാർത്ഥം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നുള്ള വിലയിരുത്തലാണ് ചർച്ചയിൽ പങ്കെടുത്തവർക്ക് ഉണ്ടായിരുന്നത്. കാസർഗോട്ടേക്ക് വന്നാൽ അവിടെ LDFും UDFും തമ്മിൽ വലിയ മത്സരമാണ്. LDFിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു അവിടെ രാജ്ഭവൻ ഉണ്ണിത്താൻ നടത്തിയ വലിയ പോരാട്ടം കഴിഞ്ഞ തവണ വിജയം നേടി. ഇത്തവണയും രാജ്ഭവൻ ഉണ്ണിത്താൻ സജീവമായി തന്നെ ഒട്ടും പുറകോട്ടില്ലാതെ അവിടെ മത്സരരംഗത്തുണ്ട്. കുറഞ്ഞ വോട്ടുകൾക്കായിരിക്കും ഏതായാലും ഈ മണ്ഡലത്തിൽ ആര് LDF ജയിച്ചാലും UDF ജയിച്ചാലും ഭൂരിപക്ഷം ഉണ്ടാകുക എന്നുള്ള വിലയിരുത്തലും ശ്രീ രവീന്ദ്രൻ രാവണേശ്വരം നടത്തുകയുണ്ടായി. BJPയും അവിടെ ഒരു പക്ഷേ 2 ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തേണ്ടത്. ഏതായാലും ഈ പരിപാടി അവസാനിക്കുകയാണ്. നാളെ മറ്റ് വളരെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളുമായി തിരിച്ചെത്താം. കൃത്യമായ വിശകലനവുമായി തിരിച്ചെത്താം. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi.